നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് കൊല്ലം വള്ളിക്കീഴം വാർഡിൽ 21 വയസ്സ് മാത്രം പ്രായമുള്ള UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആർച്ചിയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യം UDFനെ സംബന്ധിച്ച് വളരെയധികം മുൻകരുതലോടുകൂടി അല്ലെങ്കിൽ വളരെയധികം മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇലക്ഷനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പ്രാതിനിധ്യം അതുപോലെ തന്നെ യുവത്വത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ടൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും 21 വയസ്സ് മാത്രം പ്രായമുള്ള ആർച്ച അവിടെ എത്രത്തോളം വിജയമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയാമോ? 30 വർഷമായിട്ടുള്ള സിറ്റിംഗ് സീറ്റാണ് ഇവിടെ LDF നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പോരാടുകയാണ് ഞാനിപ്പം. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ വളരെയേറെ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ പരിശ്രമിക്കുന്നത്. കാരണം നന്നായിട്ട് അറിയാം അതിന് അത്രത്തോളം ഞാൻ എഫേർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്നെല്ലാം നല്ല രീതിയിൽ റെസ്പോൺസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊതുവെ ജനങ്ങളെല്ലാം ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ജനങ്ങളെല്ലാം അത്യാവശ്യം താന്ന് നിൽക്കുകയാണ് ഈ ഒരു ഭരണത്തിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ നല്ല രീതിയിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, അതായത് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം പ്രകടമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ഇത് UDFനെ വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF ആയിരുന്നു കഴിഞ്ഞ തവണ ഇതുപോലെ 21 വയസ്സ് മാത്രം പ്രായമുള്ള ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും പിന്നീട് അതിന് മേയറാക്കുകയൊക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായും അതിന് പിന്നാലെ ആര്യ രാജേന്ദ്രന്റെ കഴിവ് കുറവാണോ അതോ മെച്യൂരിറ്റി കുറവാണോ എന്നറിയില്ല. 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ആർച്ചയുടെ പ്രായമാണ്. പക്ഷേ ആര്യ രാജേന്ദ്രൻ ആ ഒരു സ്ഥാനത്ത് വന്നതിന് ശേഷം CPMന് വലിയ രീതിയിലൊരു നെഗറ്റീവ് ഷെയ്ഡാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഭയം അല്ലെങ്കിൽ തന്നെ കൊണ്ട് ആ ഒരു ഇമ്മെച്യൂരിറ്റി ആണ് തനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ രംഗത്ത് വരുന്നുണ്ടോ? പറയുന്നവര് അങ്ങനെ നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി കുറെ പേര് പറയുന്നുണ്ടെങ്കിൽ അതങ്ങനെ പോകും. പക്ഷെ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഞാൻ എന്ന വ്യക്തിയാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പോണോ പോസിറ്റീവായിട്ട് പോണോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിലോട്ട് പോവരുത്. അഴിമതിയിലാവട്ടെ എന്തിലാവട്ടെ ഇപ്പൊ ഞാൻ എന്ന ഒരു വ്യക്തിയാണ് അതിന് തീരുമാനിക്കുന്നത്. അത് ചെയ്യണോ വേണ്ടായോ. വേറൊരാൾ പറയുന്ന കേട്ടിട്ട് നമ്മൾ തളരാനോ അല്ലെങ്കിൽ അങ്ങനൊന്നും പോവരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മളൊരു ഇതിനകത്ത് മുന്നിട്ട് നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾ അത്രയും വിശ്വസിച്ചിട്ടായിരിക്കും എന്നെ ഇപ്പം ജനങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ ജനങ്ങൾ അത്രയും എന്നെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അവരെ എതിർത്ത് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അപ്പം അവര് നമ്മളെ വിജയിപ്പിച്ചത് നമ്മൾ അത്രയും വിശ്വാസത്തോടായിരിക്കും. അപ്പം അതെ, ആര്യരാജനെ പോലെ ആരായാലും ആ ഒരു വ്യക്തിയാണ് അവിടെ തീരുമാനിക്കേണ്ടത്. നല്ല രീതിയിൽ പോണോ, ജനങ്ങളെ എങ്ങനെയാകണം എന്നുള്ളത്. ദ്രോഹിക്കണോ ചെയ്യേണ്ടതെന്ന് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. അതെ. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് ഇപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, യുവത്വത്തെയും അതുപോലെ സ്ത്രീ പ്രാതിനിധ്യം കൂടുതൽ നടപ്പിലാക്കുന്ന രീതിയിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കുറേ മുതിർന്ന നേതാക്കന്മാർക്ക് അവസരം നഷ്ടമാകുന്നുണ്ട്. അല്ലെങ്കിൽ കുറേ മുതിർന്ന നേതാക്കന്മാർക്ക് ഈ ഒരു കാര്യത്തിന് മേളിൽ ഒരു പിണക്കം നടിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ആർച്ചയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ UDFനകത്ത് ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ പാർട്ടിയിൽ ഇതുവരെ അങ്ങനൊന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി മെമ്പേഴ്സ് തന്നെയാണ് എന്നെ തെരഞ്ഞെടുത്തത്. അവരെല്ലാം കൂടെ നിയോഗിച്ചിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ എതിർ പാർട്ടികളിൽ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയിൽ ഇതുവരെ വന്നിട്ടില്ല. കാരണം അവര് തന്നെയാണ് എന്നെ നിയോഗിച്ചത്. കാരണം ഒരു 21 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പം നല്ലൊരു പ്രായമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ. നോളജ് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ് ഈ 21 വയസ്സ്. അവർക്ക് നല്ല നല്ല പുതിയ ഐഡിയാസ് ജനങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങനെയുള്ള ജനങ്ങളിലോട്ട് അറിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് 21 വയസ്സെന്ന് പറയുന്നത്. അതെ, കാരണം ഇപ്പോൾ അതെ, ഈ പറയുന്നത് പോലെ ജെൻസി അല്ലെങ്കിൽ 21 വയസ്സെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ കാലത്ത് അത്രത്തോളം പുരോഗമനങ്ങളുള്ളൊരു സമയമാണ്. ഇന്നത്തെ കാലത്ത് ഈ ഒരു പ്രായത്തിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് UDF മുന്നോട്ട് വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മുതിർന്ന നേതാക്കൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ആർച്ച പറഞ്ഞിരുന്നു, ഈ പറയുന്ന നേതാക്കന്മാർ തന്നെയാണ് ആർച്ച ഈ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആർച്ചയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരാണോ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതോ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം താല്പര്യപ്രകാരം വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരികയാണ്, സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സ്വന്തം താല്പര്യപ്രകാരം നടക്കുന്നുണ്ടോ?
എനിക്ക് പാർട്ടിയാണ് ഈ ഒരു എന്നെ ഡിസൈഡ് ചെയ്തത്. അപ്പൊ എനിക്ക് പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനെ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരെ ഒന്ന് സഹായിക്കുക എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ ഈ ചെറുപ്രായത്തിൽ തന്നെ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴേ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് പിന്നീടാകുമ്പോൾ നമുക്ക് നല്ലൊരു ജനങ്ങളിലോട്ട് ഇറങ്ങി അവരുടെ കാര്യങ്ങൾ നല്ല ഈ ചെറുപ്രായത്തിലെ നമുക്ക് പറ്റുന്നെന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴേ നമുക്ക് ജനങ്ങളിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയേ. അതെ. ഇപ്പോൾ ആർച്ചയെ പോലെ തന്നെ ജയലക്ഷ്മി ആണെങ്കിലും ഇതുപോലെ തന്നെ കൊല്ലത്തുനിന്ന് തന്നെയുള്ള UDF 21 വയസ്സ് മാത്രം പ്രായമുള്ള UDF സ്ഥാനാർത്ഥിയാണ്. അതിനു മുൻപ് ആദ്യമായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് 24 വയസ്സ് മാത്രം പ്രായമുള്ള വൈഷ്ണയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മുട്ടട വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഇത്രയും പ്രായം കുറഞ്ഞ ആളുകളെ രംഗത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ മറ്റു മുന്നണികളിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും പ്രായം കുറഞ്ഞ വ്യക്തികൾ അന്വേഷിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്മെച്യൂരിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള അറിവ് കുറവ് ഇത് വലിയ രീതിയിൽ UDF ബാധിക്കില്ലേ, അല്ലെങ്കിൽ UDF അത് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഉറപ്പാണുള്ളത് എന്നാണ് വരുന്നത്. മാത്രമല്ല കൊല്ലത്തെ സംബന്ധിച്ച് 39ഓളം സീറ്റുകൾ ഇപ്പോഴും LDF കയ്യിൽ ഭദ്രമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് സ്ട്രാറ്റജിയാണ് UDF ഇവിടെ എടുത്തിരിക്കുന്നത്? 21 വയസ്സെന്ന് പറഞ്ഞ് മെച്യൂരിറ്റി ഇല്ലായ്മ പറയേണ്ട കാര്യമില്ല. നമ്മൾ 18 വയസ്സാകുമ്പോഴേ നമുക്ക് അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് കിട്ടുകയാണ്. മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായത്തിൽ നമുക്ക് എന്തായാലും വോട്ട് ചെയ്യാനുള്ള അങ്ങനെ ആവില്ലല്ലോ. അപ്പൊ 18 വയസ്സാകുമ്പോഴേ നമ്മൾ മെച്യൂരിറ്റി ആവുകയാണ്. 21 വയസ്സെന്ന് പറയുമ്പം നമ്മൾ അത്രയും മെച്യൂരിറ്റി ആവുന്ന ഒരു പ്രായം തന്നെയാണ്. പിന്നെ കുറെ പേര് മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറയും. നമ്മുടെ സംസാരം കിട്ടുക അത് ഓരോരുത്തരുടെ ശൈലിയാണ്, സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ശൈലിയാണ്. ആർച്ചയുടെ ചില വീഡിയോസിന് താഴെ ഇതുപോലെ ഉള്ള കമന്റുകൾ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ആർച്ച പറഞ്ഞതുപോലെ സംസാരം മെച്യൂരിറ്റി കുറവാണ്. പക്ഷെ സംസാരം ഒരു മെച്യൂരിറ്റിക്കോ അല്ലെങ്കിൽ താൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കോ സംസാരം ഒരു ഫാക്ടറായിട്ട് ഇതുവരെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ അടുത്തും 3-4 പേര് പറഞ്ഞു മെച്യൂരിറ്റി ഇല്ലാന്ന്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്റെ സംസാര രീതി ഞാൻ ഒരാൾക്ക് നമ്മളെ ജനങ്ങൾ വിജയിപ്പിക്കുന്നത് പറഞ്ഞാൽ അവരുടെ ഒരു ആവശ്യം ചെയ്തു കൊടുക്കുന്നതാണ്. ആവശ്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അതിലാണ് അവിടെ കാര്യം. അല്ലാതെ മെച്യൂരിറ്റി ഇല്ലായ്മയാണെന്ന് എനിക്കത് തോന്നുന്നില്ല. ഇപ്പോൾ ഇനി എന്തായാലും കുറച്ച് നാളുകൾ മാത്രമാണ് ഇലക്ഷന് വേണ്ടി ബാക്കിയുള്ളത്. സ്വാഭാവികമായിട്ടും ഇതുപോലെ തന്നെ ഇനിയും സ്ഥാനാർത്ഥികൾ പുറത്തു വരാനുണ്ട്. ഇതുപോലെ യുവ സ്ഥാനാർത്ഥികൾ UDF നിന്ന് മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്നും മുന്നോട്ട് വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ആർച്ച വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പര്യടനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയെല്ലാം ഇലക്ഷൻ കഴിയുമ്പോൾ അതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു.